ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് 2 ഗഡുക്കളുടെ കുടിശ്ശികയാണ് സർക്കാർ വിതരണം ചെയ്യുക എന്നതാണ്. അതായത് 3200 രൂപ. 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ കുടിശ്ശികയായിരിക്കും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുക. പക്ഷേ ഇതിൻ്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള തീയതികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാരിൻ്റെ ഏറ്റവും പുതിയ അറിയിപ്പനുസരിച്ച് ഈ മാസം ലഭിക്കുന്നത് നിലവിൽ തനതു മാസത്തെ സഹായമായിരിക്കും. 2024 ഫെബ്രുവരി മാസത്തെ 1600 രൂപ ക്രെഡിറ്റായി എന്ന രീതിയിലായിരിക്കും ജൂലൈ മാസം വിതരണം ചെയ്യുന്നത്. തനതു മാസത്തെ ആനുകൂല്യമാണ്. 5 മാസത്തെ കുടിശ്ശിക ശേഷിക്കുന്നത് കൊണ്ട് തന്നെ സേവനയിൽ കുടിശ്ശിക മാസത്തെ തുകയായി ഇത് വരവ് വെക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സർക്കാർ പറഞ്ഞിട്ടുള്ള 2 മാസത്തെ കുടിശ്ശിക തുക ഉപതിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന് മുൻപായി വിതരണം ചെയ്യുവാനാണ് സാധ്യത. പെൻഷൻ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ പ്രധാന കാര്യം മസ്റ്ററിങ്ങിനെ സംബന്ധിച്ചുള്ളതാണ്. കാലവർഷം കൂടി ശക്തിയാർജിച്ച ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ തിക്കും തിരക്കും കൂട്ടി അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപായി അക്ഷയ കേന്ദ്രങ്ങളിൽ നെറ്റ്വർക്ക് അവൈലബിൾ ആണോ എന്ന് പരിശോധിക്കുക. വിളിച്ചു തിരക്കിയതിന് ശേഷം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുവാൻ കൂടുതലും ശ്രമിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കിടപ്പ് രോഗികളുടെ വീട്ടിൽ അക്ഷയ കേന്ദ്രങ്ങളിലെ ഉദ്യോഗസ്ഥർ എത്തി മസ്റ്ററിംഗ് നിർവഹിക്കും എന്നതാണ്. ഇതിനായി 50 രൂപ ഫീസായി നൽകേണ്ടതുണ്ട്. കിടപ്പ് രോഗികളുടെ കാര്യം കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ അറിയിക്കണം. ഇത് കൃത്യമായി അറിയിക്കുന്നത് ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. ക്ഷേമനിധി ബോർഡ് വഴിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീം വഴിയും പെൻഷൻ വാങ്ങുന്നവർ 2 മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. 2019 ഡിസംബർ 31 വരെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരുന്നവർ ഇനി തുടർന്ന് ലഭിക്കുവാൻ വേണ്ടി മസ്റ്ററിംഗ് ചെയ്തേ മതിയാകൂ. എന്നാൽ 2024 ജനുവരി 1 ശേഷം പെൻഷൻ അപേക്ഷിക്കുകയും അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തവർ ആണെങ്കിൽ അവർ ഈ മാസത്തെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക.